സ്ഥിരമായി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? അഥവാ ഒരു പേഷ്യൻ്റ് റിക്കവറിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. മസിൽ ബിൽഡിങ്ങിനും പേഷ്യൻ്റ് റിക്കവറിക്കും ഏറ്റവും മെയിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്രീത്തിങ്. സോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴോ അഥവാ ഒരു പേഷ്യൻറ്റിന് എക്സസൈസ് ചെയ്യിപ്പിക്കുമ്പോഴോ നമ്മൾ എങ്ങനെ ബ്രീത്ത് ചെയ്യണം അത് നമുക്ക് നോക്കാം. മെയിനായിട്ട് രണ്ട് തരം മസിൽ കോൺട്രാക്ഷനാണ് ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ സാധാരണ ഉണ്ടാകുന്നത്. അതായത് ഒന്ന് കോൺസെൻട്രിക് മസിൽ കോൺട്രാക്ഷൻ ആൻഡ് എസെൻട്രിക് മസിൽ കോൺട്രാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ബൈസെപ്സ് കേളിൽ നമ്മൾ മേലോട്ട് പൊക്കുന്നതാണ് കോൺസെൻട്രിക് കോൺട്രാക്ഷൻ, താഴോട്ട് വരുമ്പോഴാണ് എസെൻട്രിക് കോൺട്രാക്ഷൻ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും കോൺസെൻട്രിക് കോൺട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം പുറത്തോട്ട് വിടാൻ ശ്രദ്ധിക്കുക. അതായത് പിന്നെ എസെൻട്രിക് കോൺട്രാക്ഷൻ അതായത് താഴോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്വാസം അകത്തോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ചെറിയ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള പേഷ്യൻ്റ് റിക്കവറിയും പെട്ടെന്നുള്ള ജിം ഡെവലപ്മെൻറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഉപകാരങ്ങൾ കൂടുതലായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.